സമാനതകളില്ലാത്ത ക്രൂരതയാണ് റാഗിംഗ് എന്ന കാടത്തത്തിന്റെ പേരിൽ കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ഹോസ്റ്റലിൽ അരങ്ങേറിയത്. അതില് ഈ ഒരു വിദ്യാർത്ഥിക്കൊന്നും അല്ല, മാത്രമൊന്നും അല്ല ഇതേപോലെ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റത്. വേറെയുണ്ട്. ഇപ്പൊ രണ്ടുപേരെയും കൂടെ പോലീസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഏഹ് ഈ ഇരകളാക്കപ്പെട്ട രണ്ടുപേരെ. അപ്പൊ അവരെ ചോദ്യം ചെയ്യുമ്പോൾ ഇനി ചിലപ്പോൾ കൂടുതൽ ആളുകൾ ഈ പ്രതികളിൽ ഉണ്ടായെന്നിരിക്കും. ഇവനൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മൃഗതുല്യം എന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ ഒക്കത്തില്ല. കാരണം മൃഗങ്ങൾക്ക് ആക്ഷേപം അങ്ങനെ പറയുന്നത്. ഇവനെയൊക്കെ മൃഗത്തിനോട് പറയുന്നത് മൃഗം. ഇതിലുമൊക്കെ എത്രയോ സ്നേഹം കാണിക്കുന്ന ജീവികളാണ് മൃഗങ്ങൾ. ഇത് വിവസ്ത്രരാക്കിയിട്ട്, അതായത് മുണ്ടും തുണിയെല്ലാം ഉരിഞ്ഞ് കളഞ്ഞിട്ട് അവിടെ ഇടുക. ഇട്ടതിന് ശേഷം വലിയ വെയിറ്റ്, അതായത് ഡമ്പലൊക്കെ എടുത്താണ് ആ സ്വകാര്യ ഭാഗത്ത് ഒക്കെ വെക്കുന്നത്. വെയിറ്റ് കൂടില്ല. എന്നിട്ട് കണ്ണില്, കേട്ടോ, കണ്ണങ്ങോട്ട് തുറന്നിട്ട് അതിൽ ഡെറ്റോൾ ഒഴിക്കുക. ഡെറ്റോൾ ഒഴിച്ചിട്ട് നീറുന്നെങ്കിൽ അടച്ചോളാൻ പറയുക, കേട്ടോ. യവന്മാര് പൊട്ടിച്ചിരിക്കുക. ഇവനൊക്കെ മനുഷ്യനല്ല ഇവനൊന്നും. വന്യമൃഗങ്ങൾക്ക് പോലും ഇതിലും യഥാർത്ഥത്തിൽ ദൈന്യതയുണ്ട്. എന്നിട്ട് കോമ്പസും ഉണ്ട്. ഇപ്പൊ 1, 2, 3 എന്ന് പറഞ്ഞ് അങ്ങ് കുത്തുകയാണ്. 1, 2, 3 പറഞ്ഞ് അങ്ങ് കുത്തുകയാണ്. കാലിനും എല്ലാം മുഴുവൻ, അതായത് മുകളിൽ നിന്ന് താഴെ വരെ കുത്തുക. എന്നിട്ട് ഈ പുക്കളിന്റെ അവിടെയൊക്കെ ഈ കോമ്പസ് വെച്ച് ഇങ്ങനെ വരയ്ക്കുക, മുഴുവൻ മുറിവേൽപ്പിക്കുക എന്നിട്ട് അതിനകത്തെല്ലാം ഡെറ്റോൾ ഒഴിക്കുക. ഇത് എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവനൊന്നും ബോധമില്ലാതാണ്. ഇവനൊക്കെ ലഹരിക്ക് അടിമപ്പെട്ടവനാണ്. ഇവനൊന്നും ജീവിച്ചിരിക്കാൻ യഥാർത്ഥത്തിൽ അർഹനല്ല മനുഷ്യരായിട്ട്. ഇവനെ ഒന്നും മനുഷ്യരായിട്ട് നമുക്ക് കണക്കാക്കാനും പറ്റത്തില്ല. അപ്പോൾ അത്രത്തോളം ക്രൂരതകളാണ് ആ കാണിച്ചേക്കുന്നത്. നമുക്ക് അത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലെല്ലാം വളരെ വൈറലായിട്ട് ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തന്നെ ഏതാണ്ട് ഒരു 10-20 പേരെങ്കിലും ഇത് അയച്ചു തന്നതാണ്. ഇത് ഒന്ന് കാണാനായിട്ട്. അത് കാണാൻ പറ്റത്തില്ല, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ഒക്കത്തില്ല നമുക്ക്. കാരണം അത്രത്തോളം വലിയ ക്രൂരതകളാണ് അത് കാണിക്കുന്നത് മുഴുവൻ. യവനെയൊക്കെ ഉണ്ടല്ലോ, എന്ത് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. യഥാർത്ഥത്തില് യവനെയൊക്കെ നാട്ടുകാർ കൈകാര്യം ചെയ്യേണ്ടതാണ് ഈ രീതിയിൽ. കാരണം ഇവനൊന്നും ജീവിച്ചിരിക്കാൻ അല്ല ഇവരൊന്നും. ആ രീതിയിലാണ് പോകേണ്ടത്. പക്ഷേ നമ്മുടെ നിയമ സംവിധാനത്തിൽ പറയട്ടെ, ഇതിനകത്ത് ഒരുപാട് നിയമം വളരെ കർക്കശമാണ്. അത് റാഗിംഗ് ആക്ട് എന്ന് പറയുന്നത് കർക്കശമാണ്. പക്ഷേ അതിന്റെ ശിക്ഷ വരുമ്പോൾ ആ കേസിനകത്ത് അതിന്റെ റിസൾട്ട് വളരെ മോശമാണ്. അതിന് 2-3 കാരണങ്ങളുണ്ട്, കേട്ടോ. ഒന്ന്, അതായത് ഇതിൽ മിക്കവാറും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഈ അതിലെ ഈ താഴെ ഉള്ള ബാലന്മാരുണ്ടല്ലോ, നമ്മളെ SFI KSU എന്നൊക്കെ പറയുന്നവരുണ്ട്. ആ രാഷ്ട്രീയ പാർട്ടികളുടെ ഏതെങ്കിലും അണികളായിരിക്കാം ഇതിനകത്ത് ഈ വരുന്ന ഈ വൃത്തികെട്ടവന്മാര്. ഇപ്പൊ ഇത് തന്നെ ഇടതുപക്ഷ സംഘടനയുടെ ആളുകളാണ്. അപ്പൊ ഒരുത്തനാണെങ്കിൽ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഇതിനകത്ത്. ആ അവൻ ബാക്കിയുള്ളവരൊക്കെ മെമ്പേഴ്സുമാണ്, അംഗങ്ങളുമാണ് ആ സംഘടനയിലെ. അപ്പൊ ഇവനെയൊക്കെ ആ സംഘടന അവര് പുറത്താക്കിയിട്ടുണ്ട്. അത് ശരിയാണ്. അങ്ങനെ പുറത്താക്കിയത് കൊണ്ട് മാത്രമായില്ലല്ലോ. ഇവനെയൊക്കെ യഥാർത്ഥത്തിൽ വലിച്ചു കീറി കാണിക്കണം ജനങ്ങളുടെ മുമ്പിൽ. അതാണ് വേണ്ടത്. അപ്പൊ അവരുടെ പടം എല്ലാം വളരെ വൈറലായിട്ട് കാണിക്കുന്നുണ്ട് മാധ്യമങ്ങളിലെല്ലാം. യവന്മാരുടെ നല്ല ഇങ്ങനെ വളരെ കുട്ടമ്പന്മാരായിട്ട് ഈ വെള്ളം അടിക്കുന്നവന്മാർ, ഈ വൃത്തികെട്ടവന്മാരുണ്ടല്ലോ, യവന്മാരുടെ പടം കാണിക്കുന്നുണ്ട്. ഇവനൊക്കെ വേണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് മദ്യപിക്കാനുള്ള കാശ് കൊടുക്കണം യവന്മാർ, ഈ കുട്ടികൾ. അത് മാത്രമല്ല, ഇവർക്ക് ലഹരി വസ്തുക്കൾ വാങ്ങിക്കാൻ, ഇവനൊക്കെ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നവന്മാരാണ്. ഇതൊക്കെ ഈ ഡ്രഗ്സ് ഒക്കെ വാങ്ങിക്കാനുള്ള കാശ് കൊടുക്കണം. അത് 2000 രൂപയൊക്കെയാണ് കൊടുക്കേണ്ടത് ഇവനൊക്കെ. അതാ കാര്യം. അവന്റെ ഏതാണ്ട് അവന്റെയൊക്കെ അച്ഛന്മാരുണ്ടാക്കിയ രീതിയിലാണ് ഇവരുടെ അടുത്ത് ചോദിക്കുന്നത് മുഴുവൻ. എന്ത് ചെയ്യാൻ നോക്കും? ഈ വേറെ നിവൃത്തിയില്ല. എന്നിട്ട് അത് മാത്രം യഥാർത്ഥ കോളേജ് അധികൃതരാണ് യഥാർത്ഥ കേസ് പ്രതിയാവേണ്ടത്. കാരണം ആ കോളേജിൽ ഇതിന്റെ ചുമതലയുള്ള വാർഡൻ ആ ഹോസ്റ്റലിൽ താമസിക്കുന്നില്ല. അയാൾക്ക് പിന്നെ എന്തിനാ അയാളെ ജോലിക്ക് വെച്ചേക്കുന്നത്? അയാൾക്ക് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാനാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അതിന്റെ കൊടുക്കേണ്ട കാര്യമുണ്ട്, ശമ്പളം കൊടുക്കേണ്ട കാര്യമുണ്ട്. യഥാർത്ഥ അയാളെ പ്രതിയാക്കേണ്ടതാണ് അതിന് ചുമതലയുള്ള ആളുകളെ. ആ ഹോസ്റ്റലിൽ താമസിച്ച് ഇത് കണ്ടുപിടിച്ച് 3 മാസം ഇതേപോലെ ഇത്രയും കാടത്തം കാണിച്ചിട്ട് അത് ശ്രദ്ധയപ്പെട്ടില്ലെന്ന് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്നവനെ പ്രതിയാക്കണം. അതാണ് ചെയ്യേണ്ടത് ഈ കേസിനകത്ത്. പിന്നെ കേസ് ശിക്ഷിക്കാൻ പറ്റാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞ ഒന്ന്, ഇതുപോലെ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലിലൊക്കെ വരുമ്പോൾ അവസാനം എന്താണെന്നറിയോ, ഇതങ്ങ് ഒരു ഒത്തുതീർപ്പിൽ അങ്ങ് മാറും. അപ്പൊ ഹോസ്റ്റലിലാവും. അതായത് പിള്ളേർ പറയാ, ഞാൻ ഇത് കണ്ടിട്ടില്ല, ചെയ്തിട്ടില്ല, ഇത്രയും ഉപദ്രവം കിട്ടിയവന്മാരാണ്.
എന്നിട്ട് പറയും ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന് പറയും. അപ്പൊ ഇവരെ കൊണ്ടുപോയി മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ഈ ഈ പീഡനത്തിന് ഇരയായ ആ കുട്ടിയെ നിർബന്ധമായിട്ടും മജിസ്ട്രേറ്റിന് മുമ്പിൽ വെച്ച് മൊഴി രേഖപ്പെടുത്തണം. അതാ ചെയ്യേണ്ടത്. പിന്നെ മാറി പറയാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ടാണ്. മാറി പറഞ്ഞാൽ ശിക്ഷ വരും. അപ്പോൾ ആ രീതിയിൽ വേണം അത് കൈകാര്യം ചെയ്യാൻ. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഇതെല്ലാം അങ്ങ് ഒത്തുതീർപ്പാവും. പിന്നെ കുറെ കഴിയുമ്പോൾ കാലം മായ്ക്കാത്ത മുറികളൊന്നും ഇല്ലല്ലോ. കുറെ കഴിയുമ്പോൾ വിചാരിക്കും എന്തിനാ ഇത്, ആ അമ്മ റിപ്പോർട്ട് അന്ന് അങ്ങനെയൊക്കെ ചെയ്ത്, സഹിക്കാൻ പറ്റാത്ത പീഡനങ്ങളാണ്. എന്നാലും അവര് മനുഷ്യന്റെ മനസ്സ് പുറത്തു കൊടുക്കാനുള്ള ഒരു രീതി വരും. അപ്പോൾ അവിടെ പഠിക്കുകയാണ്, അവന് ജോലി ഇല്ലാതെ പോവും, അവന് തെണ്ടി നടക്കും. ഇതൊക്കെ ആലോചിക്കുമ്പോൾ ആ പോട്ടെ എന്ന് വിചാരിച്ച് അതങ്ങ് കളയും. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടല്, പിന്നെ അത് കൂടാതെ അടുത്തത് ഈ ഒരു കോംപ്രമൈസ്, ഒത്തുതീർപ്പ്, പിന്നെ ഇതേപോലെ പുറത്തു കൊടുത്ത് വേണ്ട എന്ന് വെക്കാനുള്ള ഒരു മനുഷ്യന്റെ മനസ്സ്. ഇതൊക്കെ കൊണ്ടാണ് ഇത് ഈ ശിക്ഷ കുറഞ്ഞു പോകുന്നത്. ശിക്ഷിക്കപ്പെടുന്ന ആളുകളെ വളരെ കുറഞ്ഞു പോകുന്നതിന്റെ കാരണം ഇതാണ്. ഒരു പെൺകുട്ടിയെ റാഗിങ്ങിന്റെ പേരും പറഞ്ഞുകൊണ്ട് കൂട്ടബലാത്സംഗം നടന്ന കേസിനകത്ത് മാത്രമാണ് ശരിയായ ശിക്ഷ കിട്ടിയത്. അതിനകത്ത് അത് ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചുള്ള ഒഫൻസുകൾക്ക് പുറമെ ഈ റാഗിങ്ങിനെ സംബന്ധിച്ചുള്ള ആ ആക്ട് അനുസരിച്ചുള്ള ഒഫൻസും വന്നു. അതാണ് അതിനകത്ത് ശിക്ഷിക്കപ്പെടാൻ കാര്യം. അല്ലെങ്കിൽ അതും പോയനെ. ഇത് ഇതേപോലെ ഉള്ള, അതായത് ഇങ്ങനെയുള്ളവന്മാരൊന്നും പഠിക്കണ്ട, പഠിച്ച് മുമ്പോട്ട് വരണ്ട. അതായത് നോക്കണം, നേഴ്സിംഗ് വിദ്യാർത്ഥികളാണ് ഈ ചെയ്തേക്കുന്നത്. അതാ നമ്മൾ ചിന്തിക്കേണ്ടത്. നേഴ്സിംഗ് ഒരു ആ ജോലി എന്നൊക്കെ പറയുന്നത് എന്താണെന്നറിയോ, യഥാർത്ഥത്തിൽ ഒരു തലോടന്റെ കൈകളാണ് ഇതുപോലെ ഈ പീഡനം നടത്തുന്നത്, ഇതുപോലെ മുറിവേൽപ്പിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവര് നല്ല ഒരു പുഞ്ചിരിയോടെ വന്ന് ആളുകളെ, രോഗികളെ ആശ്വസിപ്പിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു ജോലിയാണ്. ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ഒക്കെ നമ്മൾ മനസ്സിലാക്കണമല്ലോ. അതിന്റെ ആ ഗ്രൂപ്പിൽ പെടേണ്ടവരല്ലേ ഇവര്. എന്നിട്ടാണ് യവന്മാർ ഇതുപോലെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് യവനെയൊന്നും ഇതിന് യോഗ്യരെ അല്ല പഠിക്കാൻ. അതുകൊണ്ട് ഈ നഴ്സിംഗ് പഠിക്കാനേ യോഗ്യരല്ല, യവനെ എല്ലാം പുറത്ത് കളയണം. അതായത് സസ്പെൻഷൻ കൊണ്ടൊന്നും ആവത്തില്ല. ഇറ്റ് ഷുഡ് എൻഡ് ഇൻ ഡിസ്മിസൽ. അവിടെ പോണം, ഡിസ്മിസ് ചെയ്തേക്കണം, അവനെ കോളേജിൽ നിന്ന് പുറത്താക്കിയേക്കണം, തീർന്നു. അങ്ങനെ ചെയ്യണം യവന്മാരെയൊക്കെ. അല്ലാതെ ഇതൊന്നും ഒരു കുട്ടിയല്ലേ, അങ്ങനെ പറ്റിപ്പോയതല്ലേ. ഇത് പറ്റിയതൊന്നും അല്ല. അവനൊക്കെ മദ്യപിച്ചും മതോന്മത്തരായിട്ടാണ് ഈ പണി ചെയ്യുന്നത്. മാത്രമല്ല ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. യവനെയൊന്നും ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കാൻ പോലും അവകാശമുള്ളവന്മാരല്ല അവന്മാര്. അതുകൊണ്ട് ആ രീതി കൈകാര്യം ചെയ്യണം. പക്ഷെ ഇതിന്റെ ശിക്ഷ എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ശിക്ഷിക്കാൻ വരുമ്പോൾ, കേസ് അവസാനം വരുമ്പോൾ ഒരു കോടതിക്ക് പുറത്തുള്ള ഒരു തീർപ്പിൽ ഇതങ്ങ് കലാശിച്ചിട്ട് ഇവർ മാറി പറയും, കേട്ടില്ല എനിക്കൊന്നും പറ്റിയില്ല, ഞാൻ ഇങ്ങനെ മൊഴി കൊടുത്തില്ല, അങ്ങനല്ല, ആരൊക്കെയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നൊക്കെ അങ്ങ് പറയും. അപ്പൊ ഐഡന്റിഫൈ ചെയ്യാതെയൊക്കെ പോയിട്ട് അവസാനം ബെനിഫിറ്റ് ഓഫ് ഡൗട്ടിൽ ഈ കേസ് വെറുതെ പോകും. അങ്ങനെയാണ് ഒരുപാട് കേസുകളും പോകുന്നത്. ഇത് അങ്ങനെ പോകരുത്. ഇങ്ങനെയുള്ള കേസുകൾ നിർബന്ധമാണ്. കാരണം ഇതൊരു പാഠമായിരിക്കണം ബാക്കിയുള്ളവന്മാർക്ക്. ഇതേപോലെ ഒരുപാട് വിളങ്ങുന്നവന്മാരുണ്ട് കേട്ടോ. ഇവനൊക്കെ ഒന്നാമത് അവന്റെ വീട്ടിലെയൊക്കെ ശിക്ഷണത്തിന് കുറവായത് കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ മദ്യപിക്കാനൊക്കെ വന്നിരുന്നിട്ട് കോളേജ് വരുന്നവനൊക്കെ ഈ രീതിയിലാണ്. എന്നിട്ട് ഈ കുട്ടികളെ പിടിച്ച് കൂടി ഇരുത്തിയിട്ട് മദ്യപിപ്പിച്ച് അതിന്റെ ഫോട്ടോ എടുക്കും, എന്നിട്ട് അത് വെച്ച് ഭീഷണിപ്പെടുത്തും. വളരെ നമുക്കൊരിക്കലും മുൻകൂട്ടി കാണാൻ പോലും പറ്റാത്ത വിധത്തിലാണ് ഇവരൊക്കെ പെരുമാറുന്നത്. ഇത് യഥാർത്ഥ ആളെന്ന് നമ്മൾ പറയാം, അതൊന്നും അല്ല. ഇത് യവന്മാരൊക്കെ ചെറുപ്പമാണ്, അവനൊക്കെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെയൊക്കെ പ്രായം വളരെ കൂടുതലായിട്ട് നമ്മൾ കണക്കാക്കണം. അല്ലാതെ അവനൊന്നും ചെറുതല്ല, അവനൊക്കെ വലിയതാണ്, വളരെ വളരെ വലിയ ക്രിമിനൽസ് ആണ്. ആ രീതിയിൽ അവരെ കൈകാര്യം ചെയ്യണം. അതാ വേണ്ടത്.